CPM നേതാവ് KJ ഷൈനിനെതിരായ അപവാദ പ്രചരണത്തിൽ പോലീസിനോട് റിപ്പോർട്ട് തേടി എറണാകുളം സെഷൻസ് കോടതി. ഒന്നാം പ്രതി ഗോപാലകൃഷ്ണന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് നടപടി. വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുകയാണ്. നിഷ, ഈ ഒരു വിഷയത്തിൽ കോടതിയുടെ ഇടപെടൽ നിലപാട് ഇത്തരത്തിലാണിപ്പോൾ. CPM നേതാവ് KJ ഷൈനെതിരായ അപവാദ പ്രചരണത്തിൽ ഇതിലെ ഒന്നാം പ്രതി ഷൈൻ നൽകിയ പരാതിയിലെ ഒന്നാം പ്രതിയായ CK ഗോപാലകൃഷ്ണനാണ് ഇതിലെ മുൻകൂർ ജാമ്യം തേടി എറണാകുളം സെഷൻസ് കോടതിയെ സമീപിച്ചത്. ഇന്ന് ഗോപാലകൃഷ്ണന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് എറണാകുളം സെഷൻസ് കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുള്ളത്. ഇന്നലെയായിരുന്നു കേസിലെ ഒന്നാം പ്രതി CK ഗോപാലകൃഷ്ണനോടും ഒപ്പം തന്നെ രണ്ടാം പ്രതിയായ KM ഷാജഹാനോടും ഇന്നലെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത്. എന്നാൽ രണ്ടുപേരും ഇന്നലെ ഹാജരായില്ല. എന്തായാലും ഈ കോടതി പോലീസിനോട് റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. മാത്രമല്ല, മറ്റൊരു കാര്യം, ഈ കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായി മെറ്റയോട് അന്വേഷണ സംഘം കൂടുതൽ വിവരങ്ങൾ തേടിയിരുന്നു. ഇതിൽ ഇന്ന് മെറ്റയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിക്കുമെന്നാണ് വിവരം. എന്തായാലും ഈ KM ഷാജഹാന്റെയും ഗോപാലകൃഷ്ണന്റെയും വീടുകളിൽ നടത്തിയ റെയ്ഡിൽ ഇവർ രണ്ടുപേരും സമൂഹ മാധ്യമങ്ങളിൽ ഇത്തരത്തിൽ അപവാദ പ്രചരണം നടത്താനായി ഉപയോഗിച്ചിരുന്ന ഫോൺ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഈ ഫോണിൽ നിന്നും കൂടുതൽ തെളിവുകൾ ലഭിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷയും അന്വേഷണ സംഘത്തിനുണ്ട്. എന്തായാലും ഈ ഗോപാലകൃഷ്ണന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കവെയാണ് എറണാകുളം സെഷൻസ് കോടതി ആലുവ റൂറൽ സൈബർ പോലീസിനോട് കൂടുതൽ റിപ്പോർട്ടുകൾ തേടിയിട്ടുള്ളത്. ശരി, നിഷ ദിലീപാണ് വിവരങ്ങൾ നൽകിയത്.